ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രതാപനോട് പറയണ്ടേ? എന്ത് കാര്യം ചേച്ചി? ഓ, നീ അങ്ങ് മറന്നു പോയോ പൊന്നി യാമിനി? രാജുവും ഋതികയും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് പ്രതാപനോട് പറയണ്ടേ? ചേച്ചി അത് യാമിനി, നീ വെറുതെ വേഷം കെട്ടെടുക്കരുത്. അമ്മ അറിയാത്തതായിട്ടെ ഒന്നും ഇവിടെ വേണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം അമ്മയ്ക്ക് അറിയാലോ. എന്ത്? ആ രാജുവിനെ തന്നെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചാണോ നീ ഇപ്പോഴും ജീവിക്കുന്നേ? അതെ. നിനക്ക് ഭ്രാന്താണോ രമ്യേ? നീ എന്താ ഇങ്ങനെ? എടി, കൊള്ളാവുന്ന ഒരു ജോലിയും കൂലിയും ഉള്ളവനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഒന്ന് കെട്ടിയവരെ പിറകെ നടക്കുന്ന നിന്നെ ഞാൻ എന്ത് പറയാനാ? എന്റെ തലവിധി ദൈവമേ, ഇപ്പൊ തന്നെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിന്നെ ആ വീടിന്റെ പരിസരത്ത് കണ്ടെന്ന് എന്നോട് എത്ര പേര് പറഞ്ഞെന്ന് നിനക്കറിയോ? പറയുന്നവരെ അങ്ങനെ പലതും പറയും. ഇത് അവരുടെ ജീവിതം അല്ലല്ലോ, എന്റെ ജീവിതമല്ലേ. അപ്പൊ എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ദേ രമ്യേ, നീ വെറുതെ നിന്റെ ജീവിതം അവന്റെ പുറകെ നടന്ന് പാഴാക്കരുത്. മോളെ, എനിക്ക് നിന്റെ കാര്യോർത്ത് നല്ല വിഷമമുണ്ട്. അമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല. എന്ത് ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലാന്ന്? അമ്മേ, ഈ രാജു ഋതികയും ശരിക്കും വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാത്തോണ്ടാണല്ലോ അവരൊരുമിച്ച് ജീവിക്കുന്നതും ഋതികയുടെ അച്ഛൻ മന്ത്രി വർമ്മ സാറ് അവരവരുടെ വീട്ടിൽ കയറ്റിയതും. നിന്നെ ശരിക്കും പറഞ്ഞ വല്ല ഹോസ്പിറ്റലും കാണിച്ച് ചികിത്സിക്കേണ്ട സമയമായി. അമ്മേ, അമ്മയ്ക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സമയാവുമ്പോ ഞാൻ എല്ലാം വ്യക്തമാക്കി തരാം. എനിക്ക് നീ പറയുന്നതൊന്നും കേക്കണ്ട. ഞാൻ നിനക്ക് നല്ലൊരു ചെറുക്കനെ അന്വേഷിക്കാൻ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ദേ, അമ്മ വെറുതെ ആവശ്യമില്ലാത്തിന് നിക്കല്ലേ. അമ്മയ്ക്ക് അറിയാലോ, രമ്യക്ക് ഒരു വാക്കേ ഉള്ളൂ, ഒരു തീരുമാനമേ ഉള്ളൂ. രമ്യ ഒരാളെ മനസ്സിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളോടൊപ്പം മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. അമ്മ വെറുതെ എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് രാജുവിന് മാത്രമായിരിക്കും. എടി, അപ്പൊ ഋതികയോ? ഹോ, അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഋതിക രാജുവിന്റെ ഭാര്യ അല്ല. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെല്ലാം അമ്മയ്ക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. എന്റെ ദൈവമേ, ജീവൻ നൽകാനുള്ള കഴിവ് അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മാഡം കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കി. മാഡത്തിന്റെ എന്ത് ആപത്ത് വന്നാലും ഈ രാജുവിനെ വിളിക്കാം. ഏത് സമയത്താണെങ്കിലും മാഡത്തിന്റെ ഒരു വെളിപ്പാടകലെ ഈ രാജു ഉണ്ടാവും. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഏതവസ്ഥയിൽ നിന്നാണെങ്കിലും മാഡത്തെ ഞാൻ രക്ഷിക്കും. ഇത് രാജുവിന്റെ വാക്കാ. രാജു ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഞാൻ സ്നേഹിച്ച ആ പഴയ രാജു അല്ല ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. രാജുവിന് എന്നോടുള്ള കരുതലും പരിഗണനയും ഞാൻ പ്രണയമായി തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയിൽ നിന്ന് എല്ലാത്തിനും ആരംഭമായത്. ആഗ്രഹിച്ചതും ആഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ ഒഴുക്ക് ഇനി എങ്ങോട്ടായിരിക്കും? പാതി വഴിയിൽ രാജു എന്നെ ഉപേക്ഷിക്കോ?
ഇതെന്തു പറ്റി? ഋതിക മേഡം എന്തിനാ ഇങ്ങനെ പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന? ഒന്നുമില്ല രാജു. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന? എന്താ ഇപ്പൊ മേഡത്തിന്റെ പ്രശ്നം? രാജു, എന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, നമ്മുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന് കൂടി വേണ്ടിയാ രാധമ്മയും വേണമെങ്കിലും ഈ പൂജകളും വഴിപാടുകളും എല്ലാം നടത്തുന്നത്. അതിലൊന്നും കാര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. മാഡം വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ചിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം. ഞാൻ രാജുവിനെ ഉറക്കത്തെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. രാജുവിന് ഉറക്കം വരുന്നെങ്കിൽ രാജു ഉറങ്ങിക്കോ. ദീപകേ, പ്രതാപൻ ലാൻഡ് ചെയ്തോടാ? അമ്മാവൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടമ്മേ. ഓൺ ദ വേ. ആ, ഇവിടെ എത്താനുള്ള സമയമായി അമ്മേ. ആണോ? ഉം. യാമിനി, യാമിനി. എന്താ ചേച്ചി? അതെ, നീ ഇങ്ങോട്ട് വന്നേ. പിന്നെ പ്രതാപൻ വരാൻ സമയായി. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രതാപനോട് പറയണ്ടേ? എന്ത് കാര്യം ചേച്ചി? ഓ, നീ അങ്ങ് മറന്നു പോയോ പൊന്നി യാമിനി? രാജുവും ഋതികയും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് പ്രതാപനോട് പറയണ്ടേ? ചേച്ചി, അത് യാമിനി, നീ വെറുതെ വേഷം കെട്ടെടുക്കരുത്. ഉള്ള സത്യം നീ പ്രതാപനോട് തുറന്നു പറയുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാലോ, പ്രതാപൻ എങ്ങനെയെങ്കിലും ഈ സത്യം അറിയും. അന്ന് നിനക്ക് ഈ സത്യം അറിയാമായിരുന്നു എന്ന് ഞാൻ പ്രതാപനോട് പറഞ്ഞു കഴിഞ്ഞാലേ നിന്നോട് പ്രതാപനുള്ള എല്ലാ മമതയും ഇല്ലാതെ ആവും. നീ ആലോചിക്ക്. ദേ, ഒരുപാട് സമയമില്ല. പ്രതാപന്റെ ഇപ്പൊ ഇവിടെ എത്തും. എന്താ യാമിനി? എന്താടാ, നിന്റെ ഭാര്യയോട് എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തു പക്ഷേ?